കഥാവായ യേശുവിൻ്റെ നിസ്തുല്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ദൈവം ഉന്നതനായിരിക്കുന്ന ദൈവം, പക്ഷേ താഴ്മയും മനോവിനയവും ഉള്ളവർക്ക് ചൈതന്യം വരുത്തുവാൻ അവിടുന്ന് നമുക്ക് സമീപസ്ഥനായി ഏറ്റവും അടുക്കലേക്ക് ഇറങ്ങി വരുന്നൊരു ദൈവം. നമ്മളെല്ലാവരും ചേർന്ന് പറയുന്ന ഒരു സങ്കീർത്തന വാക്യമാണ്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനായിരിക്കുന്നു, മനസ്സ് തകർന്നവരെ അവൻ വിടുവിക്കുന്നു. ഹല്ലേലൂയ. അത്യുന്നതനായിരിക്കുന്ന ദൈവം ഈ ഭൂമിയും സർവ്വപ്രപഞ്ചത്തെയും സൃഷ്ടിച്ച സർവജ്ഞാനിയും സർവശക്തനും സർവവ്യാപിയുമായിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഒരിക്കലും ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ മുഖത്തെ കാണുവാനായി കഴിയുകയില്ല. കാരണം 1000 സൂര്യചന്ദ്രന്മാരെക്കാൾ അത്യധികം തേജസ്സിൽ അധിവസിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ ഒറ്റ വാക്കിനാൽ ഈ സർവ പ്രപഞ്ചത്തെയും വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന സർവശക്തനായിരിക്കുന്ന ആ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുവാൻ ഇന്ന് പകൽക്കാലവും ദൈവം നമ്മെ കണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. അത്രയും ശക്തനായിരിക്കുന്ന ദൈവം നമ്മുടെ ഹൃദയം നുറങ്ങുമ്പോൾ, നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുമ്പോൾ അവൻ നമ്മെ തേടി വരുന്നു, അവൻ നമ്മെ ആശ്വസിപ്പിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറയുന്നു. ഇന്ന് ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ഹൃദയം തകർന്ന അവസ്ഥയിലിരിക്കുന്നുവെങ്കിൽ, മനസ്സിലാക്കാൻ കരുതുവാൻ ആരുമില്ലെന്നുള്ള അവസ്ഥയിലിരിക്കുന്നുവെങ്കിൽ, ആ കർത്താവിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ ആശ്വാസം, മനസ്സലിവ്, കൃപ ഒക്കെ നിങ്ങളെ ഇന്ന് അധികമായി തേടി വരുന്നതിനും ദൈവസന്നിധിയിൽ ആശ്രയം വെച്ച് കടന്നു വന്നിരിക്കുന്നവരെ മറ്റുള്ളവരുടെ മുമ്പിൽ മാനിക്കുന്നതിനും ആദരിക്കുന്നതിനും ഒക്കെയായി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരിക്കൽ കൂടി കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അളവ് കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത് ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഹല്ലേലൂയ. അവിടെ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവമേ ഒരു ദിവസം കൂടി കൂട്ടിച്ചേർത്തതിനായി നന്ദി. പുതിയ ആഴ്ചകൾ, പുതിയ മാസങ്ങൾ, പുതിയ വർഷങ്ങൾ ഒക്കെ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ നിന്ന് ദാനമായി നൽകുമ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് ദൈവമേ ഈ ഭൂമിയിലുള്ള ദൈവമേ ഞങ്ങളുടെ ഈ ജഡവാസത്തിലായിരിക്കുന്ന സമയം തന്നെ ഞങ്ങളുടെ പിതാവിൻ്റെ, സ്വർഗീയ പിതാവിൻ്റെ മുഖം അല്പം കൂടി ഞങ്ങൾ ദൈവമേ കാണുവാൻ, ഞങ്ങൾ അങ്ങയുടെ മുഖത്തെ അന്വേഷിക്കുവാൻ, ദൈവമുഖം അന്വേഷിക്കുന്നവർ പ്രാപിക്കുന്ന ബലം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ധരിക്കുവാനായി അപ്പോൾ ഇന്ന് പകൽക്കാലവും അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ഈ ഭൂമിയിലുള്ള സകല കാര്യങ്ങളും ഞങ്ങളുടെ ബലത്തെ കെടുത്തിക്കളയുമ്പോൾ, കർത്താവെ ഞങ്ങളുടെ ഉത്സാഹത്തെ കെടുത്തിക്കളയുമ്പോൾ, ഞങ്ങളെ നിരാശയിലേക്ക് കൊണ്ടുപോകുമ്പോൾ, ദൈവമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ദൈവമേ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാനൊന്നും കഴിയാതെ വണ്ണം ഞങ്ങളെ കർത്താവെ വലിക്കുമ്പോൾ അപ്പോൾ ദൈവമേ സ്വർഗം ഞങ്ങളെ ഇന്ന് പകൽക്കാലം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. സ്വർഗത്തിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളെ ദൈവമേ നിറയ്ക്കണമേ കർത്താവെ. കൃപാവരങ്ങളാൽ ദൈവമേ ഞങ്ങളെ നിറയ്ക്കണമേ. സ്നേഹം, സമാധാന, സന്തോഷം, ഇന്ദ്രിയജയം, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ദൈവമേ അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഫലത്താൽ ഞങ്ങളെ നിറയ്ക്കണം അപ്പച്ച. ആത്മാവിൻ്റെ ഫലം ഞങ്ങളിൽ വന്നു കഴിഞ്ഞാൽ പിശാചിന് ഞങ്ങളെ ദൈവമേ അവകാശം പറയുവാൻ കഴിയാതെ വണ്ണം ദൈവികമായിരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് ഞങ്ങൾ മാറുകയാണല്ലോ അപ്പച്ച. ഹല്ലേലൂയ കർത്താവെ. ജഡത്തിൻ്റെതായിരിക്കുന്ന എല്ലാ ഇച്ഛകളെയും ജഡത്തിൻ്റെ സ്വഭാവങ്ങളെയും ദൈവമേ മാനുഷികമായിരിക്കുന്ന പൈശാചികമായിരിക്കുന്ന എല്ലാ നെഗറ്റിവിറ്റികളെയും കർത്താവെ ഞങ്ങളിൽ നിന്ന് കുടഞ്ഞു കളഞ്ഞ് ആത്മാവിൽ ശക്തരായി മാറുവാൻ ഇന്ന് പകൽക്കാലം സഹായിക്കണമേ. ദൈവമേ സകലരെയും ദൈവികമായിരിക്കുന്ന ഒരു സ്നേഹത്തോടു കൂടി കരുതുവാൻ, ആദരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം അപ്പച്ച. ഹല്ലേലൂയ കർത്താവെ. ചില മോഹങ്ങൾ കർത്താവെ, ജഡത്തിൻ്റെ മോഹങ്ങളെ ദൈവമേ തകർത്ത് ഇന്ദ്രിയ ജയത്തോടുകൂടി കർത്താവെ ജയിക്കുവാൻ, ഞങ്ങളുടെ സംസാര നാവുകൾക്ക് കടിഞ്ഞാണിടുവാൻ, ഞങ്ങളുടെ ചിന്തകളെ ദൈവമേ പിടിച്ചു കെട്ടുവാൻ, ഒരു കുതിരയെ ജീനി കൊണ്ട് ദൈവമേ ബന്ധിച്ച് നിർത്തുന്നത് പോലെ, ആ കുതിരക്കാരൻ അതിനെ നിയന്ത്രണത്തിൽ വയ്ക്കുന്നത് പോലെ ഞങ്ങളുടെ നാവുകൾ ഞങ്ങളുടെ നിയന്ത്രണത്തിലാകട്ടെ പച്ച. ദൈവമേ സ്തോത്രം. പെട്ടെന്നുള്ള കോപത്താൽ കർത്താവെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു പോകുന്ന വാക്കുകൾ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുവാനും ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവമേ കുറ്റബോധം വരുത്തുവാനും ഒക്കെ ഇടയുള്ളതിനാൽ അപ്പച്ച ഞങ്ങളുടെ നാവിനെ നിയന്ത്രിക്കുവാനുള്ള കൃപ ഇന്ന് പകൽക്കാലവും അവിടെ നിന്ന് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചിലരോട് ക്ഷമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ചില ഇടങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മനഃപൂർവ്വമായി ദൈവമേ പല സ്ഥലങ്ങളിലും കർത്താവെ ഞങ്ങൾ അകപ്പെട്ട് ദൈവമേ ഞങ്ങളുടെ ഹൃദയങ്ങൾ കഴിച്ചു പോകുവാൻ ഇടയില്ലാതെ വണ്ണം ചില സ്ഥലങ്ങളിൽ നിന്നൊരു വേർപാട് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരു ഭവനത്തിനായി ആഗ്രഹിക്കുന്നവർ വാടക ഭവനങ്ങളിൽ കഴിഞ്ഞു ദൈവമേ, സ്വന്തമായ ഒരു ഭവനത്തിന് വേണ്ടിയോ ദൈവമേ വാടക ഭവനങ്ങൾ തന്നെ മറ്റ് സൗകര്യമുള്ളൊരു ഭവനത്തിന് വേണ്ടിയോ ഒക്കെ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി അത്ഭുതകരമായ വഴികൾ, വാതിലുകൾ അവിടെ നിന്ന് തുറക്കണമേ. കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ദൈവം ഇന്ന് ഞങ്ങളോട് കൂടെ ഇല്ലയോ എന്നൊക്കെ സംശയിക്കുന്നവർക്ക് ഉണ്ടപ്പാ ദൈവമേ. അവിടെ നിന്ന് ഞാൻ നിന്നോട് കൂടെ
ഉണ്ടെന്ന് പറഞ്ഞ് അത്ഭുതകരമായി വഴികൾ, വാതിലുകൾ അവരുടെ മുമ്പിൽ തുറക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പൂർത്തിയാകട്ടെ. ചില സബ്ജക്റ്റൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവമേ ഉത്സാഹത്തോടുകൂടി പഠിച്ചതെടുക്കുവാൻ സഹായിക്കണമേ. കോളേജ് ലൈഫിൽ കർത്താവേ ചില കുഞ്ഞുങ്ങളെ ദൈവമേ വഴിതെറ്റിക്കുന്ന ബന്ധങ്ങൾ, ദൈവമേ തെറ്റായിരിക്കുന്ന സ്വഭാവങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ചില ബന്ധങ്ങളിൽ നിന്ന് കർത്താവേ കുഞ്ഞുങ്ങളെ അങ്ങ് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ ദൈവമേ ഉപയോഗങ്ങളിൽ നിന്ന് സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ ദൈവമേ ഞങ്ങളറിയാതെ പെൺകുഞ്ഞുങ്ങൾ പോലും കർത്താവെ ആ വലയ്ക്കുള്ളിലായിരിക്കുമ്പോൾ അപ്പാ സ്വർഗം ഒരു തീമതിൽ പോലെ രഹസ്യ സ്ഥലങ്ങളിൽ ദൈവമേ പിശാച് ഒരുക്കുന്ന രഹസ്യ ഇടങ്ങളിൽ കർത്താവെ മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ന് മാറി ഇരുട്ടിൻ്റെ മേഖലകൾ, മരക്കൂട്ടങ്ങൾ, ദൈവമേ ചില കടകളുടെ ദൈവമേ മറവുകൾ കർത്താവെ അവിടെയൊക്കെ ദുഷ്ടൻ ഒരുക്കുന്ന കൂട്ടുകെട്ടുകളെ ദൂതന്മാർ ഇറങ്ങി ചിതറിച്ച് കളയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ദൈവകരം ചലിക്കും കർത്താവെ. സാമ്പത്തിക വിഷയങ്ങളിൽ നിന്ന് പകൽക്കാലവും പ്രയാസം അനുഭവിക്കുന്ന മക്കളെ അത്ഭുതകരമായിട്ട് അവിടെ നിന്ന് വിട്ടുവിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ചില ദൈവമേ ഭവനങ്ങളിൽ വേർപാടുകൾ, അപ്രതീക്ഷിതമായിരിക്കുന്ന ആപത്തുകൾ, ചില പനിയുടെ പ്രയാസത്താലൊക്കെ വിചാരിക്കാത്ത നിമിഷങ്ങളിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു കർത്താവെ, ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ ദൈവമേ വല്ലാതെ വഴിമുട്ടി നിൽക്കുന്ന ചില പ്രിയപ്പെട്ടവർ, ഹൃദയങ്ങൾ കൊണ്ട് തകർന്നു പോയിരിക്കുന്നവരെ അവിടെ നിന്ന് ബലപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുന്നവർക്ക് കർത്താവെ ദൈവമേ അവർ ദൈവമേ അവർക്ക് ജോലിയും കർത്താവെ അവർക്ക് ആവശ്യമായിരിക്കുന്ന പേപ്പർ വർക്കുകളും ഒക്കെ ദൈവമേ തക്ക സമയത്ത് അവിടെ നിന്ന് ദൈവമേ അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജയിലുകളിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കേസുകളിൽ കുരുങ്ങിപ്പോയിരിക്കുന്നവർ കർത്താവെ, ദുഷ്ട മനുഷ്യരുടെ ഭീഷണികളിൽ തകർന്നിരിക്കുന്നവർ, അവരെല്ലാം അത്ഭുതകരമായിട്ട് അവിടെ നിന്ന് വിട്ടുവിക്കണമേ കർത്താവെ. ദൈവമേ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ, മെൻ്റലി ചാലഞ്ച്ഡ് ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ദൈവമേ സ്തോത്രം, ഹൃദയത്തിൻ്റെ താളം തകർന്നു പോയി മാനസികമായി തകർന്നു പോയിരിക്കുന്ന വ്യക്തികൾ, മെൻ്റൽ ഹോസ്പിറ്റലിലൊക്കെ ആയിരിക്കുന്നവർ, റിഹാബിലിറ്റേഷൻ സെൻ്ററുകളിലായിരിക്കുന്നവർ, എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ അവിടെ നിന്ന് ആശ്വസിപ്പിച്ച് വിട്ടുപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഓരോ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു കർത്താവെ. ഭവനത്തിനകത്തും ദൂരെയും, ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും മറ്റ് രാജ്യങ്ങളിൽ ജോലിയിലും പഠനത്തിലും ഒക്കെ ആയിരിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും കർത്താവ് ഉള്ളം കയ്യിൽ എന്നതുപോലെ സംരക്ഷിച്ചു കൊള്ളണമേ. കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളിൽ നിന്ന് അവിടെ നിന്ന് കാത്തുകൊള്ളണം അപ്പച്ച. പ്രകൃതിക്ഷോഭങ്ങൾ, യുദ്ധങ്ങളിൽ നിന്നൊക്കെ ജനത്തെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 43-ാമത്തെ വാക്യം പ്രകാരം പറയുന്നു: തൻ്റെ ബാല്യക്കാരനോട് നീ ചെന്ന് കടലിൻ്റെ നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അതിന് അവൻ പിന്നെയും 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. പഴയ നിയമത്തിലെ ഏറ്റവും ശക്തനായ പ്രവാചകനായിരുന്ന ഏലിയായുടെ ജീവിതത്തിലെ ഒരു അത്ഭുതകരമായിരിക്കുന്ന സംഭവം, അല്ലെങ്കിൽ ആ സമയത്ത് സംഭവിച്ച ഒരു സംഭവത്തിലെ വാക്യമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ആ ഏലിയ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ദൈവിക അധികാരം, പ്രവചനത്തിൻ്റെ അധികാരം ഏറ്റവും അധികം ഉപയോഗിച്ച, പ്രകൃതിയുടെ മേൽ, ആകാശമണ്ഡലങ്ങളുടെ മേൽ, മഴയുടെ മേൽ ഒക്കെ തൻ്റെ വാക്കുകൊണ്ട് ദൈവം നൽകിയിരിക്കുന്ന പ്രവാചക അഭിഷേകത്തെ ഏറ്റവും അധികം ഉപയോഗിച്ച ഒരു മനുഷ്യനായിരുന്നു ഏലിയാവ്. ഏലിയാവിൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു ആ രാജ്യത്തിലെ രാജ്ഞിയായിരുന്ന ഇസബേൽ. ഹല്ലേലൂയ. ഇസബേൽ ഒരു അന്യജാതിക്കാരിയായിരുന്ന ഒരു സ്ത്രീയായിരുന്നു. ഇസബേലിൻ്റെ അപ്പന് ബാൽ എന്നൊരു വിഗ്രഹത്തെ ആരാധിക്കുവാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള അന്യദൈവങ്ങളെ സേവയുണ്ടായിരുന്നു. അവരാണ് മഴ പെയ്യിക്കുന്നതെന്നൊക്കെയുള്ള വിശ്വാസത്തിലായിരുന്നു ഏലിയാവ് ആ ദേശത്തിൽ. മഴ പെയ്യരുത്, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴ പെയ്യരുത് എന്ന് ഏലിയാവ് കൽപ്പിക്കുകയും അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. പക്ഷേ മഴ പെയ്യാതിരുന്ന ഒരു ദേശത്തിൽ എന്ത് കഷ്ടമാണ്. ദേശമെല്ലാം വറ്റി വരളുന്നു, വെള്ളമില്ലാതെയാകുന്നു, പച്ചപ്പുല്ലില്ലാതെയാകുന്നു, ദേശം മുഴുവൻ ക്ഷാമത്തിലേക്ക് പോകുമ്പോൾ അവസാനം ദൈവം പറഞ്ഞ സമയത്ത് ഏലിയാവ് മടങ്ങി വരികയും അവിടെ യാഗമർപ്പിച്ച് മറ്റുള്ള ബാലിൻ്റെ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന പ്രവാചകന്മാരെ ഒക്കെ കൊന്നുകളയുകയും ചെയ്ത ശേഷം ഏലിയാവ് മഴയ്ക്കായി പ്രാർത്ഥിക്കുകയാണ്. കാരണം ഏലിയാവ് അടച്ച ആകാശം ഏലിയാവ് പറഞ്ഞാൽ മാത്രമേ തുറക്കുകയുള്ളൂ. അതുകൊണ്ട് ഏലിയാവ് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ശിഷ്യനോട് പറയുകയാണ്, നീ പോയി കടലിൽ ചെന്ന് നോക്കുക. ഹല്ലേലൂയ. ആ ശിഷ്യൻ ഓടിപ്പോയി, പറഞ്ഞതുപോലെ ഓടിപ്പോയി. 1-ാം പ്രാവശ്യം നോക്കിയിട്ടും ഒന്നും കണ്ടില്ല, 2-ാം പ്രാവശ്യവും കണ്ടില്ല, 3-ാം പ്രാവശ്യവും കണ്ടില്ല. പ്രവാചകൻ ക്ഷീണിച്ചു പോയില്ല, കാരണം കർത്താവ് പറഞ്ഞാൽ അത് അപ്രകാരം സംഭവിക്കുക തന്നെ ചെയ്യും. 7-ാമത്തെ പ്രാവശ്യം നാം വായിച്ചതിൻ്റെ അടുത്ത വാക്യം, 7-ാമത്തെ പ്രാവശ്യമോ ആ ബാല്യക്കാരൻ ഓടി വന്ന് പറയുകയാണ്, കടലിൽ മേഘം ഒരു കൈപ്പത്തി പോലൊരു മേഘം അവിടെ കാണുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഒരു കൈപ്പത്തി പോലെ, ഈ വിശാലമായിരിക്കുന്ന ആകാശത്തിൽ ഒരു കുഞ്ഞി കൈപ്പത്തി പോലൊരു മേഘം കാണുമ്പോൾ ഏലിയാവിന് മനസ്സിലായി,
മഴ വരുന്നു. ആ മഴ രാജാവിനെ തടുക്കാതിരിക്കാൻ ഏലിയാവ് പറയുകയാണ്, രാജാവിനോട് നീ അരമുറുക്കി രഥത്തിൽ കയറി വേഗത്തിൽ പോകുവാനായി. ഹല്ലേലൂയ. ആ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പ്രകാരം അവിടെ മഴ പെയ്തു. അങ്ങനെ അവിടെ സംഭവിക്കുന്നു. ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ അവിടെ എഴുതുന്നു, മുഴങ്കാലിൽ തലവെച്ച് പ്രാർത്ഥിച്ചു. നിങ്ങൾ ദൈവസന്നിധിയിൽ വീണ് കിടന്ന് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ നിങ്ങൾ ഒരിക്കൽ നോക്കി 2 പ്രാവശ്യം പ്രാർത്ഥിച്ചു, 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, മറുപടി കണ്ടില്ല എന്ന് കരുതിയാലും കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ബോധ്യം തന്നിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിശ്ചയമായും ആ കൈമേഘം കാണുന്നത് വരെ ബാല്യക്കാരൻ പോയി നോക്കിയതുപോലെ, അല്ലെങ്കിൽ ആ പ്രാർത്ഥനയിൽ തുടർന്നതുപോലെ നിങ്ങളും ആ വിഷയത്തിൽ പ്രാർത്ഥനയിൽ തുടരുക. നിങ്ങളുടെ തലമുറയെക്കുറിച്ച്, നിങ്ങളുടെ സാമ്പത്തികത്തെക്കുറിച്ച്, നിങ്ങളുടെ ശുശ്രൂഷകളെക്കുറിച്ച്, നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച്, നിങ്ങൾ എന്ത് വിഷയത്തെക്കുറിച്ചാണോ നിങ്ങൾ പ്രാർത്ഥനയിൽ ഒരു മറുപടിക്കായി കാത്തിരിക്കുന്നത്, അതൊരു ചെറിയ അടയാളമായി കണ്ടാലും ഒരു വൻമഴയുടെ മുഴക്കം പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ആ നന്മ പെയ്തിറങ്ങുക തന്നെ ചെയ്യും. കർത്താവ് പ്രാർത്ഥനയിൽ ജയിക്കുവാൻ നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.